ഒന്ന് വേഗം വാ റോസി. ഇത് പിടിച്ചേ. ഈ പണ്ടാര ഏത് സമയത്ത് ഇങ്ങനെ ഊരി പോവാ. ഈ ജോൺഫിക്ക് എന്നെക്കാളും കൂടുതൽ ഹൗസിംഗ് ഉണ്ടായിരുന്നു. ഇത് പിടിച്ചിട്ട് വേഗം വന്നേ. ഈ പാന്റ് വെട്ടി തെച്ചതിന്റെ ഭംഗി പോവും. ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് ആലോചിക്കാം. ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കനെ കാട്ടിച്ച് കയറ്റണ്ട്. ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്ന് പറഞ്ഞാൽ ശരിയാണോ റോസി? റോസി, ഞാനൊരു കാര്യം ചോദിച്ചാൽ റോസിക്ക് വിഷമം തോന്നോ? എന്താ? ഈ ജോൺഫി എങ്ങനെ മരിച്ചേ? എന്നോട് പറയാൻ പറ്റണ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. വിശാഖപട്ടണത്ത് നിന്ന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവ മുങ്ങിയതാ. അമ്മമ്മയ്ക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ. ജോൺഫി പോയ ശേഷം അമ്മമ്മയ്ക്ക് അസുഖം തുടങ്ങിയത്. ഏതാടി ഈ കൂതി കുടിക്ക പക്ഷി? നിന്റെ ഭർത്താവാ? ഞാൻ ഭർത്താവൊന്നുമല്ല, ബ്രദറാ. ബ്രദറോ? എന്റെ അറിവില് ഫ്രെഡിയും കടലിൽ പോയി ചത്ത ജോൺഫിയും മാത്രമേ അവൾക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ നീ ഏതാ? വേറൊരു ബ്രദർ? ഞാൻ വരുത്തം ബ്രദറാ. ക്ലീറ്റസ് വഴിന്ന് മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? നിന്റെ ഫ്രെഡി വിളിക്കോ? എന്നാ വിളിക്കടി. കേസ് ജയിച്ചെന്ന് കരുതി സമാധാനായിട്ട് ആ റെസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട. എന്നാലും റോസിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ആ ക്ലീറ്റസിന്റെ കാരണം പൊകഞ്ഞു പോയി. എന്നാലും കൃഷ്ണൻ ഒരു ആൺകുട്ടിയല്ലേ? അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിയും ജോൺഫിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി. റോസി, ആണുങ്ങളായ ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ഞാൻ അത്ര പാവമൊന്നുമല്ല. എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മുഖം കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാര്. ഈശ്വര, എത്രയും പെട്ടെന്ന് വന്നാ. ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ? പേടിക്കണ്ട. പെണ്ണുങ്ങൾ ഉപദ്രവിച്ചാ ക്ലീറ്റസ് അവരെ തിരിച്ചു ഉപദ്രവിക്കാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. നമുക്ക് സ്നേഹിക്കാം. മിസ്റ്റർ, നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത്. എന്റെ കരയില് 2 എണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലേടോ. ഇനിയും എന്നെ കൊണ്ടായി ചെയ്യിക്കരുത്. മര്യാദക്ക് പോണതാ നല്ലത്. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുന്നോ കാണൂടെ നിനക്ക്? ഒരു സൂത്രമുണ്ട്. റോസി ഇവിടെ കയറിക്കോ. ഞാനിവിടെ ഉണ്ട് കേട്ടോ. റോസി തൊടെ സമ്മതിക്കില്ല. അകത്തേക്ക് വിടില്ല ഞാൻ. മാറി നിൽക്കടാ. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അമ്മേ, അടിക്കളം വലിയ ചൂടാണല്ലോ അത്. എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം. അങ്ങനെ ഇപ്പൊ എന്റെ ബോഡി കാണണ്ട. ഷർട്ട് പൊക്കാണ് എങ്ങനെയാ ചൂട് വെക്കുന്നത്? അവരിടിച്ചത് ഷർട്ട് പൊക്കിയിട്ടല്ലോ. പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തുന്നടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? പിന്നെ താഴെ നിർത്തിയാൽ ഒരുപാട് ഉണ്ടാക്കും. എന്തുണ്ടാക്കിയല്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടല്ലോ. കൈ മാത്രം അവര് വെറുതെ വിട്ടതാ. ഇപ്പൊ അതും പുള്ളി. എന്നാ പിന്നെ തലക്കൂടെ ഒഴിക്കായിരുന്നില്ലേ? നിന്റെ കരയിൽ 2 പേരെ നീ തല്ലിക്കൊന്നു വീമ്പളിക്കുന്ന കേട്ടല്ലോ. പിന്നെന്താ അവരുടെ നേരെ നിന്റെ കൈ പൊങ്ങാഞ്ഞ്? വീമ്പളിക്കൊന്നുമല്ല, 2 പേരെ തല്ലിക്കൊന്നു പറഞ്ഞ ശരിയാ. ഒരു ഓന്തിനെയും ഒരു തൊരപ്പനെയും. എന്താ, അതും ജീവികളല്ലേ? നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ, പേടിത്തൊണ്ടൻ. അവൻ ഹാർബറിലുണ്ടാവും. കൈയോടെ തന്നെ കണക്കെടുത്തിട്ട് ബാക്കി കാര്യം. അയ്യോ വേണ്ട ഫ്രെഡി, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട. ഏത് കരയിൽ ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ. അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ്. രണ്ടിലും കായണ്ട് ക്ലീൻ. ഇതങ്ങ് കണ്ണടച്ചാലേ അവൻ ഇനിയും തലേ കയറും. അവൻ അടിച്ചു തന്നെയാണെങ്കിലും കൊണ്ടെനിക്കാടാ. വെറുതെ ദൈവദോഷം പറയില്ലേ ഫ്രെഡി. കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി. ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല. ദേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ തന്നെ അങ്ങോട്ട് തല്ലേ. അല്ല പിന്നെ ഇവൻ എന്താ തലക്കടി കൊണ്ട് പ്രാന്തായോ? ഇങ്ങനെ ഒരു മണഗുണാക്ഷം നമ്മുടെ ഇടയിൽ ഒന്ന് പെട്ടല്ലോ. ഓ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെ എല്ലാവരും എവിടെയായിരുന്നു? അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനാ. ദേ, ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട.
ചേട്ടന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ല ഇപ്പൊ കീരിയും പാമ്പ് വരാൻ നിങ്ങളിപ്പോ ഒന്നായ എന്നാ ഇവനെ ബ്രദറായിട്ട് അങ്ങ് തത്തെടുത്തു. അതിനി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്റെ ജോൺഫി തന്നെയാ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനി കൊസുമാനി. എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാട്ടിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ, ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കെട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം. എന്നിട്ട് പറ എനിക്ക് പൗരുഷം ഉണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ഇവനെ ഞാൻ ഇന്ന് നിങ്ങളവിടെ. അയ്യോ, അവനകത്തുണ്ടാവും, കയറി നോക്ക്. നിക്കടാ അവിടെ. തിരുവിലാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ. കൊറേ യൂതന്മാര് ഇറങ്ങിയിരിക്കണു. നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാ വേണ്ടത്. നിങ്ങളൊക്കെ കൂടി കുറിച്ച് തറച്ച് കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഇത് ഭ്രാന്താശുപത്രിയാ. വിട്ടു അവനോട് ഇല്ല സർ. ആ ക്ലീറ്റസിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവനെങ്ങാനും കാഞ്ഞു പോയ മർഡർ കേസാ. നിന്റെ കൃഷ്ണനോട് മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ. എന്നിട്ട് അവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം. ഇവനിതോടെ ഞാനിവിടെ ഉണ്ട്. ക്ലീറ്റസിന്റെ ആൾക്കാർ പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം. പോലീസിന്റെ കൈ കിട്ടി അവർ തന്നെ ബാക്കി വെക്കില്ല. ഇപ്പൊ പിടികൊടുക്കാതിരിക്കുന്ന ബുദ്ധി. തൽക്കാലം കൃഷ്ണനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്താം. നീ പൊടി പൊട്ടിക്കാളി. ആ യൂദാസികളെ പിടിച്ച് മാറ്റി നിർത്ത്. ഇവനെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല. ക്ലീറ്റസിന്റെ അവസ്ഥ ഒന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ കേസ് ഒതുക്കി തീർത്തോളാം. അതുവരെ കൃഷ്ണ എവിടേക്കെങ്കിലും ഒന്ന് മാറിയെന്നേ പറ്റൂ. വിശാഖപട്ടണത്തൊരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട്. അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി. ബാക്കി വന്ന് നോക്കിക്കോളും. എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നോളാം. നീ ധൈര്യമായിട്ട് പോ. ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട്. മംഗലാപുരം വരെ അതി പോവാം. വാ. ശരി, പോയിട്ടോ. ലോറൻസേ, എടോ ഞാൻ രാധയാ. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഡെഡ് ബോഡി അല്ല. നീ മരിച്ചു പോയെന്ന് എല്ലാവരും അവിടെ വിശ്വസിച്ചിരിക്കണത്. പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തേല് ചോരപ്പാട് കൂടി കണ്ടപ്പോ എല്ലാവരും അത് ഉറപ്പിച്ചു.
മൂന്നാം പക്കം തീരത്ത് നിന്റെ ശവം കാത്ത് ദിവാറിന് ശാന്തമേ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു മോനെ. അവസാനം സ്രാവ് കൊണ്ടുപോയി കാണുന്ന എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച്. ജീവിച്ചിരുന്നിട്ടും നീ എന്താ കരയിലേക്ക് തിരിച്ചു വരാഞ്ഞേ? എനിക്കവിടെ ആരോ ഉള്ളത്? ഞാൻ ശാപമെന്ന് വിശ്വസിക്കുന്ന കരക്കാരും എന്നെ തള്ളി പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ ആണും പെണ്ണും കിട്ടവനെന്ന് തുറക്കാരി പറഞ്ഞപ്പോ നാവനക്കഥ മാറി എന്ന് മാലുവോ? എനിക്കവിടെ ആരുമില്ല. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ച ഓർമ്മയുണ്ടോ? സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു. ഇപ്പോ കണാരേട്ടൻ എന്റെ അമ്മായിച്ചനാ. തുറയില് പണിയൊന്നും ഇല്ലാണ്ടായപ്പോ മരുമോന്റെ കൂടെ ലോറിയിൽ കയറിയതാ. സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞ നിന്നെ കൊന്നുകളയെന്ന് തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ അവൾ ഒന്നും മിണ്ടാതെ നിന്നായി. നീ മരിച്ചു എന്ന് കരക്കാര് മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാല് മാത്രം അത് വിശ്വസിച്ചില്ല. നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവള് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ തൊറയിലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു.